മറ്റൊരു +2 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന തീമിലെ 4 മുതൽ 7 വരെയുള്ള ടോപ്പിക്കുകളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇംഗ്ലീഷിലുള്ള നോട്ടും മലയാളത്തിലുള്ള വിവരണവുമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് 4: ബിയോണ്ട് ബർത്ത്, റിസോഴ്സസ് ആൻഡ് സ്റ്റാറ്റസ്. സമ്പത്തും പദവിയും ജനനത്തിനപ്പുറം. The social position of different sections shaped by their access to economic resources. ഓരോ വിഭാഗം ജനങ്ങളുടെയും സമൂഹത്തിലെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ വിഭവശേഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ വിഭവശേഷിയുള്ള വിഭാഗത്തെ സമൂഹത്തിലെ ഉന്നത വിഭാഗമായിട്ട് കരുതും. ദ ക്രൈറ്റീരിയ ഇൻ വിച്ച് പ്രോപ്പർട്ടി ഈസ് ഗ്രാൻറ്റഡ്. എങ്ങനെയായിരുന്നു സമ്പത്ത് ആർജിച്ചിരുന്നത്, അതിനെന്തായിരുന്നു ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് പരിശോധിക്കും. ഫസ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ. ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് സ്ത്രീയോ പുരുഷനോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമ്പത്ത് ആർജിക്കാനുള്ള ഒരു മാർഗം. സെക്കൻഡ്, ഓൺ ദി ബേസിസ് ഓഫ് വർണ്ണ. ഓൺ ദി ബേസിസ് ഓഫ് വർണ്ണ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമ്പത്ത് ലഭിച്ചിരുന്നത്. ജെൻഡർ ആക്സസ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശവും ലിംഗഭേദവും. ദ ആക്സസ് ടു റിസോഴ്സസ് ഷാർപ്പൻഡ് ദി സോഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ഥാനങ്ങൾ നിർണയിച്ചത് സമ്പത്ത് തന്നെയായിരുന്നു. പുരുഷന്മാരായിരുന്നു സമ്പത്തെല്ലാം കീഴടക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നത സ്ഥാനം പുരുഷന്മാർ കൈയടക്കി. സ്ത്രീയും പുരുഷനും സമൂഹത്തിലുള്ള ആ അന്തരം വർദ്ധിച്ചു. അക്കോർഡിംഗ് ടു മനുസ്മൃതി, മനുസ്മൃതിയിൽ പറയുന്നത് the women were not eligible to claim share in the parental property. മാതാപിതാക്കളുടെ സമ്പത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. The parental property was divided amongst sons after the death of parents. Parents മരിച്ചാൽ, മാതാപിതാക്കൾ മരിച്ചാൽ ആ സ്വത്ത് വീതം വെച്ച് നൽകുന്നത് ആൺമക്കൾക്കായിരുന്നു. However, the women could receive a gift on the occasion of their marriage as ശ്രീധനം. പക്ഷെ സ്ത്രീകൾക്ക് അവരുടെ വിവാഹ സമയത്ത് ചില സമ്മാനങ്ങൾ നൽകുമായിരുന്നു. അതിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പർ ക്ലാസ് വിമൻ മേ ഹാവ് ഹാഡ് ആക്സസ് റിസോഴ്സസ്. എന്നാൽ സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ചില സ്വത്തുക്കൾ ലഭിച്ചിരുന്നു. ലാൻഡ്, കാറ്റൽ ആൻഡ് മണി. ഭൂമിയായിട്ടും മൃഗസമ്പത്തായിട്ടും പണമായിട്ടൊക്കെ ലഭിച്ചിരുന്നു. ബട്ട് ദീസ് വേർ ജനറലി കൺട്രോൾഡ് ബൈ മെൻ. പക്ഷേ ഈ സമ്പത്തും നിയന്ത്രിച്ചിരുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു. വർണ്ണ ആക്സസ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശവും വർണ്ണവും. അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, ദ ഓൺലി ഓക്യുപ്പേഷൻ ഫോർ ശൂദ്രാസ് വാസ് സെർവിറ്റ്യൂഡ്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ശൂദ്രന്മാർക്കുള്ള ഒരേ ഒരു തൊഴിൽ മറ്റ് 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ശൂദ്രന്മാർക്ക് സ്വത്തവകാശം അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. While varieties of occupations were prescribed for the first 3 varnas. അതേ അവസരത്തിൽ തന്നെ ആദ്യത്തെ 3 വർണ്ണങ്ങൾക്കും വ്യത്യസ്ത തൊഴിലിനെ കുറിച്ചും പറയുന്നുണ്ട്. The wealthiest people were Brahmins and Kshatriyas. സമൂഹത്തിൽ ഏറ്റവും സമ്പന്ന വിഭാഗമായിരുന്നു ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും. ബുദ്ധിസം recognized the division of society in prevalent in society. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ബുദ്ധമതം അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് ഡിഡ് നോട്ട് റിഗാർഡഡ് ദീസ് ആസ് നാച്ചുറൽ ഓർ ഇൻഫ്ലെക്സിബിൾ. ഇത് പ്രകൃത്യാപരമാണ് എന്ന് ബുദ്ധമതം സമ്മതിച്ചിട്ടില്ല. ഇത് പ്രകൃത്യാപരമല്ല, മാറ്റാൻ പറ്റാത്തതുമല്ല എന്ന് ബുദ്ധമതം അംഗീകരിച്ചു. ഇത് പ്രകൃത്യാപരമായി ഉണ്ടായതുമല്ല, അതുപോലെ തന്നെ മാറ്റാൻ പറ്റാത്തതുമല്ല എന്ന് ബുദ്ധമതം മനസ്സിലാക്കിയത്.
അവരങ്ങനെയായിരുന്നു കരുതിയത്. ദേ ഓൾസോ റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് ക്ലെയിം ഫോർ ഹയർ സ്റ്റാറ്റസ് ഓൺ ദി ബേസിസ് ഓഫ് ബർത്ത്. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടാം, അല്ലെങ്കിൽ ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്ന ആശയം ബുദ്ധമതം തള്ളിക്കളഞ്ഞു. ആൻ ഓൾട്ടർനേറ്റീവ് സോഷ്യൽ സിനാരിയോ, ഷെയറിംഗ് വെൽത്ത്, ഒരു ബദൽ സാമൂഹ്യ ചിത്രം, സമ്പത്ത് പങ്കുവെക്കൽ. The Sangam literature describes economic and social relationships. സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. The rich people expected to distribute the resources among the other section of the society. സമ്പന്ന വിഭാഗത്തിലുള്ളവർ, ഗോത്ര തലവന്മാര്, പ്രഭുക്കന്മാര്, ഇവരൊക്കെ അവരുടെ സമ്പത്ത് സാധാരണക്കാർക്ക് നൽകുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു എന്നാണ് സംഘകൃതികളിൽ പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമ്പത്തിന്റെ ഒരു പുനർവിതരണം അവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ടും കാരണം ഈ ബ്രാഹ്മണിക്കൽ ഐഡിയ, ബ്രാഹ്മണന്മാരുടെ ആശയങ്ങൾ ദക്ഷിണേന്ത്യയിൽ എത്തിയത് വളരെ വൈകിയാണ്. എക്സ്പ്ലെയിനിങ് സോഷ്യൽ ഡിഫറൻസസ്, എ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ വ്യത്യാസങ്ങളെ വിവരിക്കുന്നു, ഒരു സാമൂഹ്യ കരാർ. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് സുത്തപീഠക സജസ്റ്റ്, ബുദ്ധമത ഗ്രന്ഥമായ സുത്തപീഠകത്തിൽ പറയുന്നുണ്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിങ്ഷിപ്പ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ചോയ്സ്. രാജവാഴ്ച എന്നുള്ളത് മനുഷ്യൻ തീരുമാനിച്ചതാണ്, ജനങ്ങൾ തീരുമാനിച്ചതാണ്. ബേസ്ഡ് ഓൺ ഹ്യൂമൻ ചോയ്സ്, with the taxes as form of payment for service rendered by the king. രാജാവ് ജനങ്ങൾക്ക് നൽകുന്ന സർവീസിന് പകരമായി രാജാവിന് ജനങ്ങൾ ടാക്സ് നൽകും. It also reveals that human agency creating and institutionalizing economic and social relations. സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെ സ്ഥാപനവൽക്കരിച്ചത്, അതുണ്ടാക്കിയതും മനുഷ്യനാണ്. Hence, human beings are responsible for creation of the system. They could also change it in future. മനുഷ്യന് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭാവിയിൽ മനുഷ്യനത് മാറ്റാനും അധികാരമുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചത് മനുഷ്യന് മാറ്റാൻ അധികാരമുണ്ട് എന്നാണ് ബുദ്ധമതം പറയുന്നത്. The king was elected by the all people. ജനങ്ങളാണ് രാജാവിനെ തിരഞ്ഞെടുത്തത്. സോ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു റീപ്ലേസ് ദ കിങ്. അതുകൊണ്ട് തന്നെ രാജാവിനെ മാറ്റാനുള്ള അധികാരവും ജനങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ബുദ്ധമതം കരുതുന്നത്. ബുദ്ധമതത്തിന്റെ അഭിപ്രായത്തിൽ ജനങ്ങളുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ, ജനങ്ങളുണ്ടാക്കിയ ഒരു സ്ഥാപനത്തെ മാറ്റാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ദ കിങ് വാസ് ഇലക്റ്റഡ് ബൈ ദ ഓൾ പീപ്പിൾ. രാജാവിനെ തെരഞ്ഞെടുത്തത് എല്ലാ ജനങ്ങളും കൂടിയാണ്. സോ പീപ്പിൾ ഹാവ് റൈറ്റ് ടു റീപ്ലേസ് ദ കിങ്. അതുകൊണ്ട് രാജാവിനെ മാറ്റാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ്, ഹിസ്റ്റോറിയൻസ് ആൻഡ് ദി മഹാഭാരതം, ചരിത്രകാരന്മാരും മഹാഭാരതം. The following elements are considering when analyzing മഹാഭാരതം. മഹാഭാരത കൃതി കൈകാര്യം ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ലാംഗ്വേജ് ഓഫ് ദ ടെക്സ്റ്റ്, കൃതിയിലെ ഭാഷ. വെദർ ഇറ്റ് വാസ് ഓർഡിനറി പീപ്പിൾസ് ലാംഗ്വേജ്, ഇത് സാധാരണക്കാരുടെ ഭാഷയാണോ? മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരുടെ ഭാഷയാണോ? ഓർ ദി ലാംഗ്വേജ് ഓഫ് ദ ബ്രാഹ്മിൻസ് ആൻഡ് എലൈറ്റ്സ്, ബ്രാഹ്മണന്മാരുടെയോ അതോ ഉയർന്ന വിഭാഗത്തിന്റെ ഭാഷയാണോ എന്നും കൂടി പരിശോധിക്കണം. കൈൻഡ് ഓഫ് ടെക്സ്റ്റ്, ഏത് തരത്തിലുള്ള കൃതിയാണ്? വെദർ ഇറ്റ് വാസ് മന്ത്ര ഓർ സ്റ്റോറി, ഇത് മന്ത്രരൂപത്തിലുള്ള കൃതിയാണോ അതോ കഥാരൂപത്തിലുള്ള കൃതിയാണോ എന്ന് പരിശോധിക്കണം. ഓതേഴ്സ് പെർസ്പെക്റ്റീവ്, എഴുത്തുകാരന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. ഓതേഴ്സ് പെർസ്പെക്റ്റീവ് ഇൻ റൈറ്റിംഗ് ദ ടെക്സ്റ്റ്. ദ ഓഡിയൻസ് ടു ഹും ഇറ്റ് വാസ് റിട്ടൺ, ഏത് തരത്തിലുള്ള വായനക്കാർക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിട്ടുള്ളത്?
എന്ന് പരിശോധിക്കണം. ദ ഡേറ്റ് ഓഫ് ദ കോമ്പോസിഷൻ, ഏത് കാലത്താണ് ഈ കൃതി രചിച്ചത്. ഓർ കംപ്ലീഷൻ ഓഫ് ദ ടെക്സ്റ്റ്, എന്നാണ് ഇത് പൂർത്തീകരിച്ചത്. ദ പ്ലേസ് ഓഫ് കോമ്പോസിഷൻ, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് രചിച്ചത്. ഇത്ര കാര്യങ്ങൾ ചരിത്രകാരന്മാരെ പരിശോധിക്കണം. ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ്, ഭാഷയും ഉള്ളടക്കവും. മഹാഭാരതത്തിലെ ഭാഷയും ഉള്ളടക്കവും എന്താണെന്ന് പരിശോധിക്കാം. ദ സാൻസ്ക്രിറ്റ് യൂസ്ഡ് ഇൻ ദ മഹാഭാരത് ഈസ് സിംപ്ലർ ദാൻ ദാറ്റ് ഓഫ് ദ വേദാസ് ഓർ ദി പ്രശസ്തി. വേദങ്ങളിലും പ്രശസ്തിയിലും ഉപയോഗിച്ച സംസ്കൃത ഭാഷയേക്കാൾ വളരെ ലളിതമായിരുന്നു മഹാഭാരതത്തിൽ ഉപയോഗിച്ച സംസ്കൃത ഭാഷ. സോ ഇറ്റ് വാസ് പ്രോബബ്ലി ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. The original story was composed by chariot bards. എന്നാൽ യഥാർത്ഥ കഥ, മഹാഭാരതത്തിലെ യഥാർത്ഥ സ്റ്റോറി ഉണ്ടാക്കിയത് സൂതന്മാരായിരുന്നു, തേരാളികളായിരുന്നു. ചാരിയോട്ട് ബാർഡ്സ്, known as Sudas. They composed, they accompanied the Kshatriya warriors to the battlefield. അവരായിരുന്നു ക്ഷത്രിയന്മാരുടെ കൂടെ യുദ്ധക്കളത്തിലേക്ക് തേര് തെളിച്ച് പോയിരുന്നത്. They composed poems celebrating their victories. അവരുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഇവർ കവിതകൾ രചിച്ചു. These compositions were circulated orally. ഇത് വാമൊഴിയായി ഇങ്ങനെ പ്രചരിച്ചു. അങ്ങനെയായിരുന്നു മഹാഭാരതം ആദ്യകാലത്ത് അതിൻ്റെ സെൻട്രൽ സ്റ്റോറി ഉണ്ടായത്. ഫേസസ് 1, നമുക്കറിയാം മഹാഭാരതം പല ഘട്ടത്തിൽ കൂടി എഴുതിയതും എഡിറ്റ് ചെയ്യപ്പെട്ടതും ആണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫേസ് 1, ഒന്നാം ഘട്ടം 5th century BC, 5ാം നൂറ്റാണ്ട് BC മുതൽ ഈ രചന ആരംഭിച്ചു. ബ്രാഹ്മിൻസ് began to writing മഹാഭാരതം എഴുതാൻ വേണ്ടി ആരംഭിച്ചു. ന്യൂ സോഷ്യൽ നോംസ് ഓഫ് ദാറ്റ് ടൈം റിഫ്ലക്റ്റഡ് ഇൻ മഹാഭാരതം. കാരണം അന്നത്തെ സാമൂഹ്യ നിയമങ്ങൾ മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഫേസ് 2, രണ്ടാം ഘട്ടം 200 BC to 200 C, 200 BC മുതൽ 200 C വരെ. വർഷിപ്പ് ഓഫ് വിഷ്ണു ഗ്രോയിങ്, ഈ കാലഘട്ടത്തിലാണ് വിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. കൃഷ്ണ വാസ് ബീയിങ് ഐഡന്റിഫൈഡ് വിത്ത് വിഷ്ണു, കൃഷ്ണനെ വിഷ്ണുവുമായി ഉപമിക്കാൻ വേണ്ടി തുടങ്ങി. ഫേസ് 3, 200 C to 400 C. Didactic section of Mahabharata resembling the Manusmriti were added. ഈ കാലത്താണ് ഡിഡാക്റ്റിക് സെക്ഷൻ ഓഫ് മഹാഭാരത, ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്, മനുസ്മൃതിയെ പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഡിഡാക്റ്റിക് സെക്ഷൻ ചേർക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഡാക്റ്റിക് ഉപദേശപരമായിട്ടുള്ള ഭാഗമാണ് മഹാഭാരതത്തിലെ ഭാഗമാണ് ഭഗവത്ഗീത. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ചേർക്കപ്പെട്ടതാണ്. All this addition made the text, which started with less than 10,000 verses to 1 lakh verses. വെറും 10,000 ശ്ലോകങ്ങളുണ്ടായ മഹാഭാരതം ഇങ്ങനെ ചേർത്തുകൊണ്ട്, ഇങ്ങനെ ധാരാളം കൂട്ടിച്ചേർക്കൽ ഉണ്ടായതുകൊണ്ട് 1,00,000 ശ്ലോകങ്ങളായിട്ട് മാറും. This work is traditionally believed that written by sage വേദവ്യാസൻ. വേദവ്യാസൻ എഴുതിയ കൃതിയാണെന്നാണ് കരുതപ്പെടുന്നത്. The text is classified into 2 sections. ഈ കൃതിയെ മഹാഭാരതത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. കണ്ടെയ്ൻസ് സ്റ്റോറീസ്, നരേറ്റീവ്, വിവരണ രീതിയിലുള്ള കഥകൾ പറയുന്ന ഒരു വിഭാഗം. മഹാഭാരതത്തെ പൊതുവായിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കണ്ടെയ്ൻ സ്റ്റോറീസ്, നരേറ്റീവ്, വിവരണാത്മകമായിട്ടുള്ള ഭാഗം, കഥയൊക്കെ വിവരിക്കുന്ന ഭാഗം. കണ്ടെയ്നിങ് സോഷ്യൽ നോംസ്, സാമൂഹ്യ നിയമങ്ങൾ പറയുന്ന ഭാഗം, ഓൾസോ നോൺ ആസ് ഡിഡാക്റ്റീവ്. ഡിഡാക്റ്റീവില് മഹാഭാരത ഡിഡാക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ഭഗവത്ഗീതയാണ്. അതൊരു ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോർഡ് ഗണേശ ദ സ്ക്രൈബ് അക്കോർഡിംഗ് ടു ട്രഡീഷൻ. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും വേദവ്യാസൻ പറഞ്ഞു കൊടുത്ത് എഴുതിയത്
ലോർഡ് ഗണേഷ് ആണ് എന്നാണ് പരമ്പരാഗതമായി ഒരു വിശ്വാസം. ഇവിടെ മറ്റൊരു ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും, കുറേ വെളുത്ത കുതിരകൾ നിങ്ങൾ കാണും. ആ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഉപദേശം കൊടുക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി സാധിക്കും. കൃഷ്ണ അഡ്വൈസസ് അർജുന ഓൺ ദി ബാറ്റിൽ ഫീൽഡ്. അർജുനൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെയുള്ള അർജുനൻ്റെ ചിത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് വലിയ മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ദീസ് പെയിൻറ്റിങ് ഡേറ്റ്സ് ടു ദി 18th century, 8ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രമാണിത്. ഭഗവത്ഗീതയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. മഹാഭാരതത്തിലുള്ളതാണ്. എക്സ്കവേഷൻ ഓഫ് ഹസ്തിനപുര. ഹസ്തിനപുരത്തെ എക്സ്കവേഷൻ നടത്തും, ഉത്ഖനനം നടത്തും. ഹസ്തിനപുരത്ത് ഉത്ഖനനം നടത്തും. ഈ മഹാഭാരതത്തിൽ പറയുന്ന ഹസ്തിനപുരം നിലവിലുണ്ടായിരുന്നു. ഹസ്തിനപുരം വിവരിക്കുന്ന വലിയ ഒരു നഗരമായിട്ടാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. എക്സ്കവേഷൻ അറ്റ് ഹസ്തിനപുര, മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. എക്സ്കവേഷൻ അറ്റ് ഹസ്തിനപുര കണ്ടക്റ്റഡ് ഇൻ 1951-52, 1951-52 കാലഘട്ടത്തിലാണ് ഇത് എക്സ്കവേഷൻ നടത്തിയത്. ബൈ ബി ലാൽ ആണ് എക്സ്കവേഷൻ നടത്തിയത്. ഹൗസസ് ഓഫ് ദിസ് പീരിയഡ് വേർ ബിൽഡ് ഓഫ് മഡ് ബ്രിക്സ് ആസ് വെൽ ആസ് ബേൺ ബ്രിക്സ്. ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഡ് ബ്രിക്സ് ആണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടാണ്. ബേൺഡ് ബ്രിക്സ്, വളരെ കുറച്ച് ചുട്ടെടുത്ത ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരവും ഈ നഗരവും, അല്ലെങ്കിൽ ഹാരപ്പയും ഈ നഗരവുമായിട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം, ഹാരപ്പയും മൊഹൻജദാരോ ഒക്കെ പൂർണ്ണമായും ബേൺ ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച, ഇവിടെ സാധാരണ ചളി കൊണ്ടുള്ള ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ബേൺ ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോക്കേജ് ജാർസ് ആൻഡ് ബ്രിക്ക് ഡ്രെയിനിങ് വേർ യൂസ്ഡ് ഫോർ ഡ്രെയിനിങ് ഔട്ട് റിഫ്യൂസ് വാട്ടർ. മലിനജലം ഒഴുക്കിക്കളയാൻ വേണ്ടി സോക്കേജ് ജാറുകളായി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ടെറാക്കോട്ട റിംഗ് വെൽസ് ഹാവ് ബീൻ യൂസ്ഡ്. ടെറാക്കോട്ട കൊണ്ട്, കളിമണ്ണിൽ ചുട്ടെടുത്ത വസ്തുവിനെയാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ടെറാക്കോട്ട റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള കിണറൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ടെറാക്കോട്ട റിംഗ് വെൽസ് ഹാവ് ബീൻ യൂസ്ഡ് ബോത്ത് ആസ് വെൽസ് ആൻഡ് ഡ്രെയിനേജ് പിറ്റ്സ്. ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. എ വാൾ എക്സ്കവേറ്റഡ് അറ്റ് ഹസ്തിനപുരം. ഹസ്തിനപുരത്ത് എക്സ്കവേറ്റ് ചെയ്ത വലിയൊരു മതിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോളിയാൻട്രി മാരേജ് ഇൻ മഹാഭാരത. എന്താണ് ബഹുഭർത്തൃത്വം? മഹാഭാരതത്തിൽ ബഹുഭർത്തൃത്വത്തെ കുറിച്ച് പറയുന്നത്. ദ്രൗപദീസ് മാരേജ് വിത്ത് പാണ്ഡവ വാസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിയാൻട്രി. പാണ്ഡവന്മാര് രാജ്യമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ദ്രൗപദിയെ ഇവര് കല്യാണമൊക്കെ കഴിച്ച് വരികയാണ്. കുന്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അമ്മയെ വിളിക്കുകയാണ്, ഇങ്ങനെ ഒരു കക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കുന്തി കരുതുന്നത് ഭിക്ഷയാചിച്ച് കൊണ്ടുവന്നതായിരിക്കും. അപ്പം 5 പേരും ഭിക്ഷയാചിച്ച് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ 5 പേരും അത് എടുത്തോളൂ എന്നാണ് പറയുന്നത്. 5 പേരും കൂടി അത് എടുത്തോളൂ എന്ന് പറയും. അമ്മ പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ദ്രൗപദി 5 പേരുടെയും ഭാര്യയായി തീരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ദ്രൗപദീസ് മാരേജ് വിത്ത് പാണ്ഡവ വാസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിയാൻട്രി മാരേജ്. ഇത് ബഹുഭർത്തൃത്വം എന്നുള്ള അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ദ്രൗപദിയുടെ വിവാഹം. പോളിയാൻട്രി മാരേജ് ഇൻ മഹാഭാരത സജസ്റ്റ് ഡിഫറെന്റ് തിങ്സ്. എന്തുകൊണ്ടാണ് ഒരാളെ 5 പേരും ഒക്കെ ചേർന്ന് ഭാര്യയാക്കി മാറ്റുന്നത്? എന്ത് സാമൂഹ്യ അടിസ്ഥാനത്തിലായിരിക്കും? ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദി ഷോർട്ടേജ് ഓഫ് വിമൻ. സ്ത്രീകളുടെ കുറവ് സമൂഹത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. സ്ത്രീകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തന്നെ ഒന്നിലധികം പേര് വിവാഹം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. ഡ്യൂ ടു സിറ്റുവേഷണൽ ക്രൈസിസ്, ചില പശ്ചാത്തലത്തിൽ, ചില സന്ദർഭത്തിൽ ഇങ്ങനെ വിവാഹം കഴിക്കാനും സാധ്യതയുണ്ട്. നരേറ്റീവ് സംടൈംസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ സോഷ്യൽ റിയാലിറ്റീസ്.
ചിലപ്പോൾ സാമൂഹ്യ യാഥാർത്ഥ്യവുമായിട്ടൊന്നും ഈ കഥക്ക് ചിലപ്പോൾ ബന്ധമുണ്ടാവൂല എന്നും കൂടി കരുതുന്നു. എ ഡൈനാമിക് ടെക്സ്റ്റ്, ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. മഹാഭാരത വാസ് റിട്ടൺ ഇൻ എ വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. മഹാഭാരതം വിവിധ ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. ദോസ് പീപ്പിൾ ഹൂ റോട്ട് വേർഷൻ ഓഫ് ദ എപ്പിക് അതർ സ്റ്റോറീസ് ഒറിജിനേറ്റഡ് സർക്കുലേറ്റഡ് ഇൻ ദെയർ ലൊക്കാലിറ്റീസ്. ആരൊക്കെ മഹാഭാരതം എഴുതിയോ അവരൊക്കെ അവരുടെ പ്രദേശത്ത് അന്ന് പ്രചരിച്ച കഥകളൊക്കെ ഇതിൽ കൂട്ടിച്ചേർത്തു. ദ സെൻട്രൽ സ്റ്റോറി ഓഫ് എപ്പിക് വാസ് ഓഫൻ റീടോൾഡ് ഇൻ മെനി വേസ്. ഇതിന്റെ കേന്ദ്ര കഥ പലതരത്തിലും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. എപ്പിസോഡ്സ് വെർ ഡിപിക്റ്റഡ് ഇൻ സ്കൾപ്ചർ ആൻഡ് പെയിന്റിംഗ്. ഇതൊക്കെ പ്രതിമ നിർമ്മിക്കുമ്പോഴും അതുപോലെ തന്നെ പെയിന്റിങ്ങുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ തീമായിട്ട് മാറി. ഓരോ പെയിന്റിങ്ങും നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ കഥയൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ടാവും. They also provide themes for a wide range of performing arts, dance and other kinds of narration. കഥ എഴുതുന്നതിനും ഡാൻസ് ഉണ്ടാക്കുന്നതിനൊക്കെ തീമായിട്ട് ഈ മഹാഭാരതം പിന്നീട് മാറി. One of the best example of retelling of Mahabharata is the famous short story കുന്തി ഓ നിഷാദി. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് കുന്തി ഓ നിഷാദി. It was written by Mahasweta Devi, an Indian writer in Bengali and an activist. ബംഗാളി എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ഒക്കെയായ മഹാശ്വേതാദേവി എഴുതിയ ഒരു കൃതിയാണ്. മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കുന്തി ഓ നിഷാദി. നമുക്കറിയാം, എല്ലാ വിധത്തിലുള്ള അനീതിക്കെതിരെയും ചൂഷണത്തിനെതിരെയും പ്രതികരിച്ച ഒരു എഴുത്തുകാരിയാണ് മഹാശ്വേതാദേവി. അവര് ഈ മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു കഥയാണ് കുന്തി ഓ നിഷാദി. ഈ കഥയിൽ പറയുന്നത് ഈ മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ കഥയാണ്. നമുക്കറിയാം, മഹാഭാരതം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു കലഹമാണ്. ആരാതിൽ ജ്യേഷ്ഠൻ? ധൃതരാഷ്ട്രൻ ജ്യേഷ്ഠനാണ്. അനുജന്റെ പേര് പാണ്ഡു എന്നുള്ളതാണ്. ഇവരുടെ അച്ഛൻ വിചിത്രവീര്യനാണ്. വിചിത്രവീര്യനാണ് ഹസ്തിനപുരം ഭരിക്കുന്നത്, അല്ലെ കുരു രാജ്യം ഭരിക്കുന്നത്. വിചിത്രവീര്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു, അംബ, അംബാലിക. അംബാലിക. അപ്പം 2 പേരിൽ അംബയുടെ മകനാണ് ധൃതരാഷ്ട്രൻ. മൂത്ത പുത്രനാണ് ധൃതരാഷ്ട്രൻ. പക്ഷേ അദ്ദേഹത്തിന് ജന്മന അന്ധനായിരുന്നു, കണ്ണു കാണാൻ സാധിക്കില്ല. അംബാലികയുടെ മകനായിരുന്നു പാണ്ഡു. പറയുന്ന പോലെ തന്നെ പാണ്ട് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെളുത്ത കളറുള്ള ആളാണ് പാണ്ഡു എന്ന് പറയുന്നത്. ഇപ്പൊ 2 മക്കളാണുള്ളത്, ധൃതരാഷ്ട്രവും പാണ്ഡു. വിചിത്രവീര്യൻ മരിച്ചിട്ടാകുമ്പോൾ അന്ധനായ ധൃതരാഷ്ട്രൻ, അന്നത്തെ നിയമം അനുസരിച്ച് മൂത്തപുത്രനാണ് രാജ്യം ലഭിക്കേണ്ടത്. പക്ഷേ മൂത്തപുത്രൻ ധൃതരാഷ്ട്രൻ അന്ധനാണ്, അതുകൊണ്ട് രാജ്യം പാണ്ഡുവിന് ലഭിച്ചു. അങ്ങനെ പാണ്ഡു രാജഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡു കുന്തി വിവാഹം കഴിച്ചു. കുന്തിക്ക് 3 മക്കളാണുള്ളത്, നമുക്കറിയാം. അതുപോലെ തന്നെ പാണ്ഡുവിന് 2ാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, മാദ്രി. അവർക്ക് 2 മക്കൾ. അങ്ങനെ പാണ്ഡുവിന് 5 മക്കൾ. ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. നമുക്കറിയാം, ഭർത്താവിന് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനും ലോകത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണ് കെട്ടിയ സ്ത്രീയാണ് ഗാന്ധാരി. അവർക്ക് 101 മക്കളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മൂത്തവനാണ് ദുര്യോധനൻ. 101 മക്കളിൽ ഏറ്റവും മൂത്തവനാണ് ദുര്യോധനൻ. അവരെ കൗരവർ എന്ന് പറയുന്നു. പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവർ എന്നും പറയുന്നു. പാണ്ഡു നിർഭാഗ്യവശാൽ മരണപ്പെടുന്നു. പാണ്ഡുവിന്റെ ചിതയിൽ 2ാമത്തെ ഭാര്യയായ മാദ്രി, അല്ലെങ്കിൽ മറ്റൊരു ഭാര്യയായ മാദ്രി സതി അനുഷ്ഠിക്കുന്നു. സതി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി, ഒരു അനാചാരം നമുക്കിവിടെ കാണാൻ വേണ്ടി, അന്നത്തെ നിയമം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാദ്രി ചിതയിൽ ചാടുന്നു, സതി അനുഷ്ഠിക്കുന്നു. അങ്ങനെ കുന്തിയുടെ നേതൃത്വത്തിൽ 5 മക്കൾ പിന്നീട്, അല്ലെങ്കിൽ കുന്തിയുടെ നിയന്ത്രണത്തിൽ 5 മക്കൾ പാണ്ഡവന്മാർ വളർന്നു വരികയാണ്. ഈ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള, ദുര്യോധനന്റെ നേതൃത്വത്തിൽ ഇവിടെ
പാണ്ഡവരുടെ നേതൃത്വത്തിലുള്ള ആ 2 വിഭാഗം ബന്ധുക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മഹാഭാരത കഥയിൽ പറയുന്നത്. മഹാഭാരത യുദ്ധത്തിൽ നമുക്കറിയാം പാണ്ഡവർ വിജയിച്ചു. അതൊക്കെ നമുക്കറിയുന്ന കഥയാണ്. പക്ഷേ ഈ മഹാഭാരത യുദ്ധത്തിന് മുമ്പേ തന്നെ പാണ്ഡവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ കൗരവർ തീരുമാനിച്ചു. അതിന് അരക്കില്ലം എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും പാണ്ഡവരെ ഇല്ലാതാക്കണം. അങ്ങനെ അരക്കില്ലം നിർമ്മിച്ചു. പക്ഷേ പാണ്ഡവർക്ക് ഇതറിയാം, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന്. അവരതുകൊണ്ട് തന്നെ ഒരു തുരങ്കം ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാക്കി. അരക്കില്ലത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി. വലിയ സദ്യ സംഘടിപ്പിച്ചു. ബ്രാഹ്മണന്മാരൊക്കെ വന്ന് സദ്യ കഴിച്ചു. അന്ന് തന്നെ ഒരു നിഷാദ സ്ത്രീയും 5 കുട്ടികളും അവിടെ വന്നു. അവർ ഭക്ഷണം കഴിച്ചു, തിന്നു, കുടിച്ചു, അവിടെ തന്നെ വീണുറങ്ങി. രാത്രിയിൽ കൗരവർ അരക്കില്ലത്തിന് തീ കൊടുത്തു. പാണ്ഡവർ നേരത്തെ തന്നെ നിർമ്മിച്ച തുരങ്കത്തിൽ കൂടി രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് അരക്കില്ലത്തിൽ ഈ നിഷാദ സ്ത്രീയും 5 കുട്ടികളും വെന്തു മരിച്ചു. എല്ലാവരും നാട്ടിൽ മൊത്തം പ്രചരിച്ച കഥ പാണ്ഡവർ മരിച്ചു. ഒരു സ്ത്രീയും 5 കുട്ടികളും വെന്തു മരിച്ചിരിക്കുന്നു, പാണ്ഡവർ മരിച്ചു എന്നുള്ളതാണ്. ശരിക്കും പാണ്ഡവർക്കേറ്റ ഒരു കളങ്കമായിട്ടാണ് മഹാശ്വേതാദേവി പറയുന്നത്. കാരണം ഞങ്ങൾ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നിഷാദ സ്ത്രീയെയും 5 മക്കളെയും കൊലക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് മഹാഭാരത യുദ്ധമൊക്കെ നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാണ്ഡവർ വിജയിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രവും അതുപോലെ തന്നെ കുന്തിയും ഒക്കെ സാധാരണ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ധൃതരാഷ്ട്രം അതുപോലെ തന്നെ കുന്തിയും ഗാന്ധാരി ഇവരൊക്കെ വനങ്ങളിലേക്ക് പോവുകയാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള വനത്തിലാണ് ഇവർ പിന്നീട് താമസിക്കുന്നത്. ആ വനത്തിൽ വലിയൊരു കാട്ടുതീ ഉണ്ടായപ്പോൾ ഇവരൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ കഥയുടെ ഈ മഹാശ്വേതാദേവി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ അവരെഴുതുന്നത്. ഈ വനത്തിൽ ജീവിക്കുന്ന സമയത്ത് വനത്തിൽ കൂടി നടക്കുമ്പോൾ നിഷാദ സ്ത്രീകൾ വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഒരു നിഷാദ സ്ത്രീ കുന്തിദേവി കണ്ടുമുട്ടുകയാണ്. ആ നിഷാദ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ അരക്കില്ലത്തെ ഓർക്കുന്നുണ്ടോ? ഒരു നിഷാദ സ്ത്രീയെയും 5 മക്കളെയും നിങ്ങൾ ഓർക്കുന്നുണ്ട്. കുന്തി ഇപ്പൊ ചോദിച്ചു, നീയാണോ ആ നിഷാദ സ്ത്രീ? ഞാനല്ല, എൻ്റെ ഭർത്തൃമാതാവാണ് അന്ന് ആ വെന്തു മരിച്ചത്. കുന്തി അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കാട്ടുതീ വരികയും കുന്തി അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുകയും ആ നിഷാദ സ്ത്രീ ഓടിപ്പോവുകയും ചെയ്യും. ഇതാണ് മഹാശ്വേതാദേവി പറയുന്നത്. ശരിക്ക് പാണ്ഡവരെന്ന് നിഷാദൻ സ്ത്രീയോടും 5 മക്കളോടും കാട്ടിയ അനീതിയാണ് മഹാശ്വേതാദേവി വരച്ചു കാട്ടുന്നത്. അന്നും നമുക്കറിയാം സാമൂഹ്യ വ്യത്യാസമാണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. ഒരു ഏറ്റവും സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തെ നിഷാദന്മാരെന്ന് അറിയാം, വനവാസികളാണ്, അവരോട് കാട്ടിയിരിക്കുന്ന ചതി അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കാണിക്കുന്നത്, ഏത് രീതിയിലാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നത്, അവരെ പരിഗണിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ തീം നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ 3ാമത്തെ തീം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ.